ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ മന്ത്ലി ഗ്രോസറി പർച്ചേസിങ്ങിന് വേണ്ടി വിശാൽ മാർട്ടിലേക്ക് പോവുകയാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ സെക്യൂരിറ്റി നമുക്ക് സാധനങ്ങൾ എടുക്കാനുള്ള കാർട്ട് തരും. ഫസ്റ്റ് ഫ്ലോർ നിറയെ ഡ്രസ്സും ചപ്പൽസിൻ്റെയും കളക്ഷൻസാണുള്ളത്. ചെരുപ്പിൻ്റെ കളക്ഷൻസ് വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഉള്ള കളക്ഷൻസ് അത്യാവശ്യം നല്ലതായിരുന്നു. പിന്നെ റേറ്റും ഭയങ്കര റീസണബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു 80% ഡ്രസ്സും വെസ്റ്റേൺ ടൈപ്പായിരുന്നു. മെൻസിൻ്റെ ആയാലും ലേഡീസിൻ്റെ ആയാലും XXL സൈസ് വരെ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ പലതരത്തിലുള്ള ഓഫറുകളുണ്ടായിരുന്നു. പിന്നെ കുട്ടികളുടേത് ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. ബൈ 1 ഗെറ്റ് 1 ഓഫർ, 199 ഓഫർ, 50% ഓഫർ, അങ്ങനെ പലതരത്തിലുള്ള ഓഫേഴ്സും ഉണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ 2023 ഡൽഹിയിൽ പോയപ്പോൾ അവിടുത്തെ വിശാൽ മാർട്ടിൽ നിന്നും വാങ്ങിയ ഡ്രസ്സൊക്കെ ഇപ്പോഴും എൻ്റെ കയ്യിൽ വലിയ കേടുപാടൊന്നും ഇല്ലാതെ ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കുഞ്ഞുങ്ങളുടെ ടീഷർട്ടൊക്കെ 99 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ജീൻസിനൊക്കെ വെറും 599 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മെയിനായിട്ട് ഇനി നമ്മൾ വന്ന കാര്യത്തിലേക്ക് പോവാം. ഗ്രോസറി പർച്ചേസിങ്. 3rd ഫ്ലോറിലാണ് ഗ്രോസറി ഐറ്റംസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ലിഫ്റ്റ് സൗകര്യവും അവൈലബിൾ ആണ്. ഞങ്ങൾ ആദ്യം നോക്കിയത് ഓയിൽ ഐറ്റംസ് ആണ്. കേരളത്തിലെ ഒരു ബ്രാൻഡും അവിടെ അവൈലബിൾ അല്ല. ഏതോ ഒരു കമ്പനിയുടെ സൺഫ്ലവർ ഓയിലും വെളിച്ചെണ്ണയുമാണ് ഞങ്ങൾ എടുത്തത്. ഓയിലിൻ്റെ റേറ്റ് കുറച്ച് കുറവായിരുന്നു. പിന്നെ പേസ്റ്റും ബ്രഷും ഒക്കെ വാങ്ങി. അതിനൊന്നും ഓഫർ ഉണ്ടായിരുന്നില്ല, റേറ്റും കുറവായിരുന്നില്ല. പിന്നെ ഈസ്റ്റേൻ്റെ ചിക്കൻ മസാല തപ്പിപ്പോയാൽ ഞാൻ എവറസ്റ്റിൻ്റെ മസാല എടുക്കേണ്ടി വന്നു. 98 രൂപയാണ് റേറ്റ് വന്നത്. ഇവിടെ എല്ലാ മസാല ഐറ്റംസും ഈ എവറസ്റ്റ് എന്ന ബ്രാൻഡിൻ്റെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു നോർത്ത് ഇന്ത്യൻ ബ്രാൻഡാണ്. പിന്നെ ഈ പോഹ, പീനട്ട്സ്, ലോട്ടസ് സീഡ്സ്, പിന്നെ നട്ട്സ്, പിന്നെ ഡാലിൻ്റെ പല വെറൈറ്റീസ്, അങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നു ഇവിടെ കൂടുതലായിട്ട് ഞാൻ കണ്ടത്. പിന്നെ ഗോതമ്പ് മാവ് 2-3 ബ്രാൻഡിൻ്റെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ എടുത്തില്ല, കാരണം എക്സ്പയറി ഡേറ്റ് ഏകദേശമൊക്കെ കഴിയാറായി. അപ്പോൾ നമ്മൾ 5 കിലോ മാവ് വാങ്ങിച്ചാൽ 1 മാസം കൊണ്ട് തീരില്ല എന്നുള്ളതുകൊണ്ട് ഞാനത് എടുത്തില്ല. പിന്നെ കടുകെണ്ണ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കടുകെണ്ണ കാണുന്നത്. എടുത്തില്ല, നമുക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. നോർത്ത് ഇന്ത്യൻസ് കുക്കിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത് 90% കടുകെണ്ണയാണല്ലോ. പിന്നെ ഡിഷ് വാഷ് ലിക്വിഡും റൂം ഫ്രഷ്നറും ഒക്കെ ബൈ 1 ഗെറ്റ് 1 ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും ഞാൻ എടുത്തു. റൂം ഫ്രഷ്നറും ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് ഉപയോഗിച്ചായിരുന്നു. തീരെ ക്വാളിറ്റി ഇല്ല. അടിക്കുന്ന ആ സ്പ്രേ ചെയ്യുന്ന സമയത്ത് മാത്രം ഒരു സ്മെല്ല് വരുന്നു, അപ്പോൾ തന്നെ സ്മെല്ല് മാറുന്നു. ഒരു സെക്കൻഡ് പോലും റൂമിൽ ആ സ്മെല്ല് തങ്ങി നിൽക്കുന്നില്ല. പിന്നെ ന്യൂഡിൽസ് പല ബ്രാൻഡിൻ്റെയും ഉണ്ടായിരുന്നു. ഞാൻ പക്ഷേ മാഗി തന്നെയാണ് എടുത്തത്. കാരണം എനിക്ക് ഇപ്പിയും ടോപ്പ് രാമനൊക്കെ ടേസ്റ്റ് ചെയ്തിട്ടും എനിക്ക് അതൊന്നും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. മാഗി തന്നെയാണ് ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ പലതരത്തിലുള്ള സോസും കെച്ചപ്പും ഒക്കെ അവൈലബിൾ ആയിരുന്നു. അതിനകത്തൊരു 80% നോർത്ത് ഇന്ത്യൻ കമ്പനീസിൻ്റെ തന്നെയായിരുന്നു. പിന്നെ കിങ്ങിണിക്ക് വേഫേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് 2 ഫ്ലേവർ ഞാൻ എടുത്തു. ഒന്ന് ഒരു ചോക്ലേറ്റും ഒന്ന് മാംഗോ ഫ്ലേവറും ആയിരുന്നു. ഹാൻഡ് വാഷും നല്ല ഓഫറിലുണ്ടായിരുന്നു. സോ അതും ഒരെണ്ണം എടുത്തു. പിന്നെ മൈദയും ബൈ 1 ഗെറ്റ് 1 ഓഫർ ഉണ്ടായിരുന്നു. സോപ്പ് പൊടി പല ബ്രാൻഡും ഓഫർ ഉണ്ടായിരുന്നു. ഒരുപാട് ബ്രാൻഡിൻ്റെ സോപ്പ് പൊടി അവിടെ ഉണ്ടായിരുന്നു. ഞാൻ നിഞ്ച എന്ന് പറയുന്ന ഒരു പുതിയൊരു ബ്രാൻഡിൻ്റെ സോപ്പ് പൊടിയാണ് എടുത്തത്. അങ്ങനെ നമ്മുടെ ഗ്രോസറി പർച്ചേസിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞു. നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും വിശാൽ മാർട്ടിൽ അവൈലബിൾ അല്ല. ലൈക്ക് പുട്ടുപൊടി, ഇടിയപ്പപ്പൊടി, നെയ്യ്, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. എൻ്റെ കണ്ണുകൾ വീണ്ടും ഡ്രസ്സിലേക്ക് തന്നെ ഓടി. കാരണം ഡ്രസ്സ് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു.
ഗ്രോസറി ലിസ്റ്റ് പ്രകാരമുള്ള 50% സാധനങ്ങൾ മാത്രമേ എനിക്ക് വിശാൽ മാർട്ടിൽ നിന്ന് വാങ്ങാൻ പറ്റിയുള്ളൂ. ബാക്കി സാധനങ്ങൾ ഞങ്ങൾ സ്ഥിരം ഗ്രോസറി വാങ്ങുന്ന കടയിൽ നിന്നാണ് വാങ്ങിയത്. ഒരു കേരള കിച്ചന് പറ്റിയ ഷോപ്പിംഗ് മാർട്ടാണോ വിശാൽ മാർട്ട് എന്ന് ചോദിച്ചാൽ അല്ല എന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം അവിടെ ഒരു 80% നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഫുഡ് ഐറ്റംസും അതിനുള്ള റോ മെറ്റീരിയൽസുമാണ് ഉള്ളത്. ഇത്രയും സാധനങ്ങൾ വാങ്ങിയപ്പോൾ എനിക്ക് ടോട്ടലായത് 2195 രൂപയാണ്. അത് വെർത്തായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിപ്പെൻസ് അപ്പോൾ നമ്മൾ വാങ്ങുന്ന സാധനം അനുസരിച്ചിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം വരെ ബൈ.